റോസിയെയും കൈവിടരുത്. കൈവിടില്ല, ഒരിക്കലും കൈവിടില്ല. ഒരുപാട് പേര് നഷ്ടമായി പോയി. ഞങ്ങൾ ഇനി എങ്ങനെ ജീവിക്കും അവിടെ ഞങ്ങൾക്ക് ഒരു പിടുത്തമില്ല. ഇതിനെ മാത്രം ഞങ്ങൾ കൈ പിടിച്ച് സേഫായിട്ട്. ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ വളർത്തു മൃഗങ്ങളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് രക്ഷപ്പെടാനാണ് പലരും ശ്രമിക്കുക. പക്ഷേ ഇവിടെ ഒരു മനോഹരമായ കഥയുണ്ട്. ഇവിടെ സ്വന്തം വളർത്തുമൃഗമായ പൊന്നോമനയായ റോസിയുമായിട്ട് രക്ഷപ്പെട്ടിരിക്കുകയാണ് സുചിത്രയും അവരുടെ മോനും. എന്താ സംഭവിച്ചതെന്ന്? അന്ന് 12 മണിക്ക് ഒരു പൊട്ടലായിരുന്നു, ഫസ്റ്റ് പൊട്ടൽ തുടക്കം. അത് കേട്ട് ഞങ്ങൾ ഉണർന്ന് എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നു. പക്ഷേ അടുത്ത വരവ് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല, എമ്മാരി വരവാണ് വന്നതെന്ന്. അതിൽ ഇതിനെയും പിടിച്ച് മക്കളെയും പിടിച്ചിട്ട് ഓടിക്കോളി മക്കളെ പറഞ്ഞു എടുത്തിട്ട് ഞങ്ങൾ ഓടുകയാണ് ചെയ്തത്. പക്ഷെ അതിൽ ഞങ്ങൾ ഏട്ടനും ഞങ്ങൾ കൂടെ പുറപ്പോളും ഞങ്ങൾക്ക് നഷ്ടമാകുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല ഒരിക്കലും. ഞങ്ങൾ നേരം വെളുത്തപ്പോൾ കണ്ടപ്പോൾ ഞങ്ങൾ നാടേ അല്ല അത്. ഒരുപാട് പേര് നഷ്ടമായി പോയി. ഞങ്ങൾ ഇനി എങ്ങനെ ജീവിക്കും അവിടെ ഞങ്ങൾക്ക് ഒരു പിടുത്തമില്ല. ഇതിനെ മാത്രം ഞങ്ങൾ കൈ പിടിച്ച് സേഫായിട്ട്. ഇതിനെ വിട്ട് വരാൻ തോന്നില്ല. കോഴികളും പ്രാവുകളിനൊക്കെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഭർത്താവ് മരിച്ചിട്ട് 7 വർഷമായി. എസ്റ്റേറ്റ് ജോലിയുണ്ട്. പക്ഷെ എന്നാലും ഇനി എങ്ങനെ ജീവിക്കും മുന്നോട്ട് എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ ദുഃഖമാണ്. എങ്ങനെ പോകും? ഞങ്ങളെ കൂടപ്പുറപ്പുകളില്ലാണ്ട് ഏട്ടനും ചേച്ചിയും പോയി, വീടും നഷ്ടമായി. പറയാൻ കഴിയുന്നില്ല ഞങ്ങൾക്ക്. ഒന്ന് കരയണോ എന്താ ചെയ്യേണ്ടെന്ന് ഒരു ഇതും കിട്ടണില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഞങ്ങളുടെ. ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയിൽ നിന്ന് മക്കളുടെ കൈപിടിച്ച് രക്ഷപ്പെടുന്നതിനിടയിൽ സ്വന്തം വളർത്തുനായായ റോസിയെ ശരീരത്ത് കെട്ടിവെച്ച് രക്ഷപ്പെടുത്തിയ സുചിത്ര എന്ന തോട്ടം തൊഴിലാളിയെ മറക്കാൻ കഴിയില്ല. സുചിത്രയും വളർത്തുനായായ റോസിയും സുഖമായിരിക്കുന്നു. കാണട്ടെ. അന്നത്തെ ഒരു സാഹചര്യം ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. എന്താ പറഞ്ഞാൽ അത്രയും സൗണ്ടിലാണ് വന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് കൂടെ അറിയില്ലായിരുന്നു. നേരം വെളുത്ത് നോക്കിയപ്പോൾ വല്ലാത്തൊരു പ്രയാസം തന്നെയായിരുന്നു അത് കണ്ടപ്പോൾ. രക്ഷപ്പെട്ടത് പറഞ്ഞാൽ ഞാൻ മോൻ പറഞ്ഞു അമ്മ വേഗം പോരുകയെന്ന് പറഞ്ഞു. വരുന്നുണ്ട് അമ്മ, ഉരുൾപൊട്ടി വരുന്നുണ്ട്, വേഗം ഇറങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം എന്തായിട്ട് ഒന്നും നോക്കിയില്ല, അവനും പിടിച്ചു, പട്ടീനെയും കൈ പിടിച്ചിട്ട് റോസിനെയും കൈ പിടിച്ച് വേഗം കെട്ടി ഒരു ഷാളെടുത്ത് മുറുക്കി കെട്ടിയിട്ട് നാട്ടിലേക്ക് ഒരു ശരീരത്തിലേക്ക് മുറുക്കി കെട്ടിയിട്ട് ഒരു പുതപ്പും പുതച്ചിട്ട് കുന്നുമലയിൽ കയറിയിട്ട് അവിടെ നിന്നു. ഇറങ്ങി നേരെ അസിസ്റ്റന്റ് മാനേജർ ബംഗ്ലാവിലോട്ട് നടന്നു എല്ലാവരും കൂടിയിട്ട്. ഈ സാധാരണക്കാരെല്ലാം ഈ വളർത്തുമൃഗങ്ങളൊക്കെ ഉപേക്ഷിച്ച് പോവുക ചെയ്തേ. എന്താ ഇവനെ കൂടെ കൂട്ടാൻ തോന്നി? എന്ത് സംഭവിച്ചാലും വേറെ എന്ത് പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു മക്കള്. ഉപേക്ഷിക്കാൻ തോന്നിയില്ല. മേത്ത് കെട്ടി വെച്ചിട്ട് അവിടെ ഇരുന്നു. അവിടെ ഇരുന്നു. ഇപ്പൊ ഇവിടെ താമസം. ഇത് കമ്പനിയുടെ എസ്റ്റേറ്റ് റൂം. തൊഴിലിപ്പം നിലനിൽക്കുന്നുണ്ട്. നിലനിൽക്കുന്നുണ്ട്. സുഖമായിരിക്കുന്നു. ഇപ്പൊ കുഴപ്പമില്ല. റോസി സുഖമായിരിക്കുന്നു. അന്ന് ഇവൻ ഇത്രയും ചെറുതായിരുന്നു. ഇപ്പൊ 2 വയസ്സായി. എവിടെ നീട്ടിയ റോസി ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുവന്നാണ്. ഒരു ഉമ്മ വന്നിട്ടേടാ റോസി. ഉറക്കം വരുന്നുണ്ടാ റോസി? എന്തായാലും റോസിക്കും സുചിത്രയ്ക്കും ക്യാമറമാൻ ശരത് അമ്പാട്ടുകാവനും വിനീഷിനുമൊപ്പം ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്.